കോഴിക്കോട്ട് സഹതാപം പിടിച്ചുപറ്റി ഡോക്ടറിൽ നിന്നും 4 കോടി രൂപ സൈബർ തട്ടിപ്പിലൂടെ കവർന്ന പ്രതികൾ പിടിയിൽ. രാജസ്ഥാൻ സ്വദേശികളായ സുനിൽ ദംഗി, ശീതൽ കുമാർ മെഹ്ത എന്നിവരാണ് കോഴിക്കോട്ട് സൈബർ പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് സ്ഥിരതാമസമാക്കിയ രാജസ്ഥാൻ സ്വദേശിയായ ഡോക്ടർക്കാണ് പണം നഷ്ടമായത്. QR കോഡ് അയച്ചു നൽകി പല തവണകളായി പണം തട്ടിയെടുക്കുകയായിരുന്നു. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ ഇതെന്തൊരു സഹതാപമാണ്? 4 കോടിയൊക്കെ കൊടുക്കുന്ന സഹതാപം, എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, അതായത് ഈ തട്ടിപ്പിനിരയായ ഡോക്ടറും തട്ടിപ്പ് നടത്തിയ പ്രതികളും ജൈനമത വിശ്വാസികളാണ്. അങ്ങനെയാണ് ഫോണിലൂടെ ഇവർ പരിചയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുൻപ് രാജസ്ഥാനിൽ നിന്ന് കോഴിക്കോടെത്തുകയും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്ത ഡോക്ടറാണ് തട്ടിപ്പിന് ഇരയായത്. കഴിഞ്ഞ ജനുവരി 31 മുതൽ ഈ ഓഗസ്റ്റ് 23 വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്. ഒറ്റ തവണയായിട്ടല്ല, പല തവണകളായിട്ടാണ് ഈ പണം കൈമാറിയിരിക്കുന്നത്. അതായത് ഈ തട്ടിപ്പ് നടത്തിയ തട്ടിപ്പുകാർ ഡോക്ടറെ വിളിക്കുകയും അമിത് എന്ന പേര് പറയുകയും കോവിഡ് കാരണം കുടുംബം കടക്കണിയിലാണെന്ന് പറയുകയും പണം വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ പല തവണകളായി പണം ഈ QR കോഡ് അയച്ചു നൽകുകയും ഡോക്ടർ നൽകുകയും ചെയ്തു. സഹതാപത്തിൻ്റെ പുറത്താണ് പണം നൽകിയതെന്ന് ഡോക്ടർ പറയുന്നു. അതിന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ചില ചിത്രങ്ങൾ വ്യാജമായി നിർമ്മിച്ച് വാട്സപ്പ് വഴി അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പണം തിരികെ ചോദിച്ച സമയത്ത് ഈ തട്ടിപ്പുകാർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഭൂമി വിറ്റ ശേഷം പണം നൽകാമെന്ന് പറഞ്ഞു. പിന്നീട് പറയുന്നു, ഭൂമി വിൽക്കാൻ കഴിയുന്നില്ല, ഇതര സമുദായക്കാർ ആ ഭൂമി തട്ടിയെടുത്തു, അതുകൊണ്ട് അവിടെ ആ നാട്ടിൽ കലാപമുണ്ടായി, സാമുദായിക കലാപമുണ്ടായി, കൊലപാതകങ്ങൾ നടന്നു എന്ന് പറയുകയും ആ കേസിൽ ഡോക്ടർ ഉൾപ്പെടെ പ്രതിയാകുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ പ്രതികൾ തന്നെ പോലീസാണെന്ന വ്യാജന ഡോക്ടറെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഇത് തട്ടിപ്പാണെന്ന് അറിയുകയും ഈ ഡോക്ടർ 67 വയസ്സുള്ള ഡോക്ടറാണ്. അദ്ദേഹം കോഴിക്കോട് സൈബർ പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രാജസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ പോലീസ് രാജസ്ഥാനിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോഴിക്കോടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ശീതൽ, സുനിൽ എന്നിങ്ങനെ പേരുള്ള 2 പേരാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പിലൂടെ തട്ടിയെടുത്ത പണം 4 കോടി 8 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത്. ആ പണം ചൂതാട്ടം നടത്തുകയും ഓൺലൈൻ ഗെയിമിന് വേണ്ടി ഉപയോഗിച്ചെന്നാണ് പോലീസ് പറയുന്നത്. ഈ പ്രതികളുടെ മൊബൈൽ ഫോണും ഒപ്പം ഡോക്ടറുമായി നടത്തിയ വാട്സപ്പ് ചാറ്റിൻ്റെ വിവരങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പോലീസ് കസ്റ്റഡി എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. സ്മൃതി, ശരി. സൈബർ പോലീസിന് ഒരു വലിയ നേട്ടം തന്നെയാണ്. 4 കോടി തട്ടിച്ചവരെ രാജസ്ഥാനിലെത്തി പിടികൂടിയിരിക്കുകയാണ് സൈബർ പോലീസ്. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.